നമസ്കാരം. വെനിസ്വേലയിലെ അമേരിക്കൻ ഇടപെടലും അവിടുത്തെ പ്രസിഡന്റിനെ ട്രംപ് കൊത്തിക്കൊണ്ടുപോയതും ഒക്കെ ഇറാൻ്റെ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് വലിയ ഒരു കാറ്റലിസ്റ്റായി ഭവിച്ചു എന്നാണ് ഈ ദിവസങ്ങളിലെ ഇറാനിലെ റയറ്റിൻ്റെ ഒരു പ്രോഗ്രസ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 12 ദിവസമായി ഇറാനിലെ റയറ്റ് തുടങ്ങിയിട്ട്. ഡിസംബർ 28-നാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ 45 ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട 45 ആളുകളിൽ 29 ആളുകൾ സിവിലിയൻസ് ആണ്. ബാക്കി 8 പേര് സെക്യൂരിറ്റി പേഴ്സണൽസ് ആണ്. 8 പേര് കുട്ടികളാണ്. ഈ കുട്ടികളിൽ ഒരു അഡോളസൻ പീരീഡ് മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ള ആളുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ആ റൈറ്റിനകത്ത് ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കോമ്പസിഷൻ നമുക്ക് കിട്ടും. റൈറ്റിനകത്ത് അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചന കിട്ടും. കാരണം സെക്യൂരിറ്റി പേഴ്സണൽസും കൊല്ലപ്പെടുന്നുണ്ട്. സെക്യൂരിറ്റി പേഴ്സണൽ സാധാരണഗതിയിൽ ഇറാനിലെ ആക്രമണങ്ങളിൽ സെക്യൂരിറ്റി പേഴ്സണൽസ് അല്ല കൊല്ലപ്പെടുക, ആളുകളാണ് കൊല്ലപ്പെടുക. കാരണം സെക്യൂരിറ്റി പേഴ്സണൽ വളരെ വൈൽഡായിട്ട് ജനത്തെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഇതുവരെ ഈ ഖമനേയി റജീമിൻ്റെ കീഴിൽ ഉള്ള റൈറ്റുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ റൈറ്റിനകത്ത് സെക്യൂരിറ്റി പേഴ്സണൽസ് ആക്രമിക്കപ്പെടുമ്പോൾ അവർ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ കൊല്ലപ്പെടുന്നതെന്ന് വേണം ഈ മരണത്തിൻ്റെ സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് റയറ്റ് മുൻകാലങ്ങളുണ്ടായ റയറ്റിനേക്കാളൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള റയറ്റാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇറാനിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ റയറ്റിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക തകർച്ചയാണ്. വലിയ സാമ്പത്തിക തകർച്ചയും അവരുടെ നാണയമായിട്ടുള്ള റയാൽ എന്ന് പറയുന്ന സാധനം വേസ്റ്റ് പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സാധനമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ജനത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ, അതായത് ഒരു റെജിമിനെ മാറ്റി അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും സ്വാതന്ത്ര്യക്കുറവിൻ്റെ പേരിലുള്ള റെജിമിനെ മാറ്റി അല്ലെങ്കിൽ തലമുണ്ടെടുത്തതിനെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇത് ഭക്ഷണം കഴിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ഇവരെ ഈ ഒരു റയറ്റിനെ തല്ലി തീർക്കാൻ ശ്രമിക്കുന്ന സെക്യൂരിറ്റി പേഴ്സണലിനെ അടക്കം ഉള്ള ആളുകളെ ബാധിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ അടക്കം ബാധിക്കുന്ന, അവരുടെ ബന്ധുക്കളെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ റയറ്റിനെ നേരിടുന്നതിൽ സെക്യൂരിറ്റി പേഴ്സണൽസിനുള്ള താല്പര്യവും കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് നിശ്ചയമായിട്ടും ഗവൺമെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഖമനേയി റജീമിനെ സംബന്ധിച്ച് വലിയ ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൽ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി പേഴ്സണലിനെ ആളുകൾ ഓടിക്കുന്നത് നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് ബിൽഡിങ്സ് കത്തിക്കുന്നതായിട്ട്, പ്രത്യേകിച്ചും ടെഹ്റാനിൽ തലസ്ഥാനത്ത് ഗവൺമെന്റ് ബിൽഡിങ്സ് ആളുകൾ കത്തിക്കുന്നത് കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സെക്യൂരിറ്റി പേഴ്സണൽസ് ഇവരെ നേരിടാൻ മടിക്കുന്നതായിട്ടും സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി പേഴ്സണൽസ് ആളുകളെ റൈറ്റേഴ്സിനെ നേരിടാൻ മടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ഒരു കൊളാപ്സ് തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഒരു ഗവൺമെന്റ് വീഴുക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഒച്ചയുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു ഗവൺമെന്റ് വീഴാണ് നമുക്കറിയാം. ഗവൺമെന്റിനെ സംബന്ധിച്ച് അതിൻ്റെതായിട്ടുള്ള മെഷീനറി ഉണ്ട്. അപ്പോൾ അവർക്ക് പോലീസുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത്, ജില്ലാ ഭരണകൂടം, ഇങ്ങനെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ നെറ്റ്വർക്ക്, ഈ ഭരണത്തിൻ്റെ നെറ്റ്വർക്ക് ഭരണ നേതൃത്വത്തോട് സഹകരിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലും, അതുപോലെ സെക്യൂരിറ്റി പേഴ്സണൽസ്, അത് പട്ടാളമായിക്കൊള്ളട്ടെ പോലീസ് ആയിക്കൊള്ളട്ടെ, അവരെ ഗവൺമെന്റിനോട് സഹകരിക്കാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ റജീം വീഴുക അല്ലെങ്കിൽ ഭരണകൂടം വീഴുക. കാരണം ഭരണകൂടം ആളുകളുടെ മേലേക്ക് അവരുടെ ക്ലച്ചസ്, അവരുടെ പിടുത്തം അത് മുറുക്കുന്നത് ഈ സെക്യൂരിറ്റി പേഴ്സണലിലൂടെയും അതുപോലെ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിലൂടെയുമാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്ന ആ ഒരു സാധനം, അതും ഈ സെക്യൂരിറ്റി പേഴ്സണൽസും പട്ടാളവും പോലീസും ജനത്തോട് ചേർന്നാൽ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഈ റൈറ്റിനെ നേരിടാതിരുന്നാൽ നിശ്ചയമായിട്ടും ഖമനേയിക്ക് പിന്നെ രക്ഷയൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് പതുക്കെ ഇത് മാറി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെനിസ്വേലയിൽ നടന്ന ഒരു സംഭവം, അത് ലോകത്തിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. ഒരു പ്രസിഡന്റിനെയും ഭാര്യനെയും കിടന്നുറങ്ങുന്നിടത്തുനിന്ന് മരുന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങ് പൊക്കിക്കൊണ്ട് പോയി കളഞ്ഞു. അപ്പോൾ അത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായിട്ടുള്ളത് നമ്മളുടെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിനും ഇറാനിലെ ഖമനേയിക്കും ഒക്കെ ആയിരിക്കും. നോർത്ത് കൊറിയയിലെ പ്രസിഡന്റ് ഞെട്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഒരുപാട് ബോംബ് അധികമുണ്ട്, ഞങ്ങളുടെ ബോംബെല്ലാം കൂടെ പൊട്ടിച്ച് എല്ലാവരും കൊന്നുകളെന്നൊക്കെ അവിടെ നിന്ന് പുള്ളി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പുള്ളിനെ പൊക്കുമെന്ന് പുള്ളിക്ക് നല്ല പേടിയുണ്ടെന്നാണ്. രണ്ടാമത്തത് ഖമനേയി സംസാരിക്കാറില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് ബങ്കറിൽ താമസിക്കുന്ന വെയിൽ കൊള്ളാത്ത മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്ന് കരഞ്ഞാലും ഭയന്ന് വിറച്ചാലും ഒന്നും പുറം ലോകം കാണാൻ പോകുന്നില്ല. അപ്പോൾ ഈ റയറ്റ്
ഇറാന് മൊത്തം 31 പ്രോവിൻസുകളാണുള്ളത്. അതിൽ 21 പ്രോവിൻസുകളിലേക്കും ഈ റൈറ്റിന്റെ അഗ്നി പടർന്നു കഴിഞ്ഞു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു 1/4 ഭാഗത്തോളം ഈ വലിയ വിപ്ലവകരമായ ഡെമോൺസ്ട്രേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ വലിയ റയറ്റുകൾ കൊണ്ട് വിപ്ലവം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് കുർദിഷ് റീജിയൻ, അവരുടെ ഒരു കുർദിഷ് റീജിയൻ എന്ന് പറയുന്നത് ഏകദേശം വെസ്റ്റേൺ പാർട്ടിലേക്കാണ്, നോർത്ത് വെസ്റ്റേൺ പാർട്ടിലേക്കാണ് ഇറാന്റെ കുർദിഷ് റീജിയൻ വരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കുർദുകൾ എന്ന് പറയുന്ന ആ ഒരു ട്രൈബ് ഒരു മഹാകുഴപ്പക്കാരാണ്. മഹാകുഴപ്പക്കാരെന്ന് പറയുമ്പോൾ അവരൊരു സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന കൂട്ടർ കൂടിയാണ്. ഇറാനിൽ നിന്ന് വേർപെട്ട്, ഇറാനിൽ മാത്രമല്ല ഈ കുർദുകളുള്ളത് ടർക്കി മുതൽ, ടർക്കിയും കുർദുകൾ തമ്മിൽ വഴക്കുണ്ട്. സിറിയയിൽ കുർദുകളുണ്ട്, ഇറാനിലുണ്ട് കുർദുകൾ, ഇറാഖിലുണ്ട് കുർദുകൾ, യമനിലുണ്ട് കുർദുകൾ. അപ്പോൾ ഇതിങ്ങനെ പോലെ കിടക്കുന്ന ഒരു റീജിയനാണ്. അങ്ങനെ ടർക്കിയിൽ നിന്ന് തുടങ്ങി ഇറാനിലും സിറിയയിലും ഇറാഖിലും കവർ ചെയ്ത് യമനിൽ പോയിട്ട് അവസാനിക്കുന്ന പോലത്തെ ഒരു റീജിയനാണ്. അത് പർവ്വത പ്രദേശമാണ്. ആ പ്രദേശത്ത് മൊത്തം ജീവിക്കുന്ന ഒരു ട്രൈബിന്റെ പേരാണ് കുർദുകൾ എന്ന് പറയുന്നത്. ഈ എല്ലാ രാജ്യത്തും ഒരു സ്വാതന്ത്ര്യം നടത്തുന്നുണ്ട്. ഈ കുർദിഷ് റീജിയൻ മാത്രം ചേർത്ത് ഒരു രാജ്യം വേണം എന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. തുർക്കിയിലൊക്കെ ഇതിന്റെ പേരിൽ പല തവണ ഗവൺമെന്റ് പട്ടാളവും ഈ തുർക്കിഷ് ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് എത്തിയിട്ടുണ്ട്. ഒരു സെമി ഓട്ടോണമി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സിറിയയിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ റജീം, അൽഷാറയുടെ റജീം, അവർക്കൊരു സെമി ഓട്ടോണമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് കിടക്കുന്നത് ഇറാനിലുള്ള കുർദിഷ് റീജിയനുമായിട്ടാണ്. അപ്പൊ ആ കുർദിഷ് റീജിയൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇതിനോട് ചേരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ ഒരു 3 പ്രോവിൻസുകളുണ്ട്. ആ 3 പ്രോവിൻസുകൾ ഓൾറെഡി അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വിപ്ലവത്തെ അടിച്ചമർത്താനുള്ളതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇന്റർനെറ്റ് ബ്ലോക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്റർനെറ്റ് ഇപ്പോൾ ഇറാനിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നവർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഉള്ളത്. അതിനിടയിലൂടെ പ്രസിഡന്റ് ട്രംപ് വീണ്ടും, അദ്ദേഹം ഇപ്പോൾ വിജയശ്രീലാളിതനാണല്ലോ, അദ്ദേഹം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭീഷണി, അതായത് ഇറാനിലെ ആളുകളെ നിങ്ങൾ കൊന്നൊടുക്കുന്ന ഒരു രീതി തുടരുകയാണെങ്കിൽ ഞാൻ അവിടെ ഇടപെടും ആൻഡ് ഹിറ്റ് യു വെരി ഹാർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളെ ഞാൻ വളരെ ശക്തിയായി ഇടിക്കും എന്ന്, അല്ലെങ്കിൽ ആക്രമിച്ചു കളയും എന്ന് അദ്ദേഹത്തിന് ചില ഭാഷകളുണ്ടല്ലോ, ആ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആളുകളെ കൊല്ലുന്ന രീതി തുടർന്നാൽ ഞാൻ അങ്ങ് വരും, എന്നിട്ട് നിങ്ങളെ വളരെ ശക്തിയായിട്ട് അടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടയിലൂടെ റിപ്പബ്ലിക്കൻ സെനറ്ററായിട്ടുള്ള ലിൻസേ ഗ്രഹാം എന്ന് പറയുന്ന ആൾ വളരെ ഒരു തീപ്പൊരി മെസ്സേജ് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന പണി അലി ഖമനേയി തുടരുകയാണെങ്കിൽ ട്രംപ് അവിടെ വരും, തന്നെയും കൊല്ലും, തന്റെ കൂട്ടത്തിലുള്ളവരെയും കൊല്ലും. അപ്പൊ അത് ഇത് നമ്മുടെ പഴയ ബറാക്ക് ഒബാമയല്ല, ട്രംപ് ഹീസ് എ ഡിഫറെന്റ് പേഴ്സൺ. നീ ഇത് തുടർന്നാൽ ട്രംപ് വരും, കൊല്ലും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഖമനയെയും ഖമനയുടെ എയ്ഡ്സിനെയും ഖമനയെ സഹായിക്കുന്ന ആളുകളെയും ചൂട്ടുകളെയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന റെട്ടറിക്കിന് നമുക്കറിയാവുന്നതുപോലെ ഈ വെനസ്വേലയിലെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ട്രംപ് വെനസ്വേലയുടെ കുറെ കാലമായിട്ട് പറയുന്നതാണ്, ഞാൻ നിങ്ങളെ പിടിക്കും. ഒരു 6 മാസത്തെ വാണിംഗ് ഉണ്ട്. ആ 6 മാസത്തെ വാണിംഗിൽ ഈ വെനസ്വേല വാസ് ടോട്ടലി പ്രിപ്പയർഡ്, ട്രംപിനെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരുന്നു. മാത്രമല്ല ഈ വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മഡൂറോ പലവട്ടം ഇങ്ങോട്ട് പാടാ എന്നെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നെഞ്ചും പിരിച്ചിങ്ങനെ നിന്നുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് 10,000 പട്ടാളക്കാരുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിന്. കൂടാതെ ഈ കൊറിയയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പട്ടാളക്കാരുടെ ഒരു പേഴ്സണൽ ഗാർഡും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 110-300 ആളുകൾ വരുന്ന ഒരു പേഴ്സണൽ ഗാർഡ് അദ്ദേഹത്തിന് വേറെയും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ ഉള്ളിലും ബെഡ്റൂമിലും കക്കൂസിനും സർവ്വ സ്ഥലത്തും ഗാർഡുകൾ അദ്ദേഹം വെച്ചിരുന്നു. ഒരു കാര്യം ഉണ്ടായില്ല അവിടെ, കാര്യമായ ഒരു കാര്യമില്ല. അത് വെറും 30 മിനിറ്റിനുള്ളിൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ പ്രസിഡന്റിനെയും ഭാര്യനെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോയി. ഒരു യുദ്ധം അവർക്ക് ചെയ്യേണ്ടി വന്നില്ല അവിടെ. അപ്പൊ ആ ഒരു പവർ എന്ന് പറയുന്നത് ലോകത്തെ മാച്ച്ലെസ് ആണ്, വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ലോകത്തിലെ സർവ്വ മനുഷ്യരെയും ചൈനയെയും റഷ്യയും ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഒരു സൂചനയാണ്. വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അവരാരാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയുടെ മുഖത്ത് നിന്ന് ഒരു കർട്ടനങ്ങ് മാറിയതുപോലെയാണ് സംഭവിച്ചത്. വേൾഡ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഏതാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കയുമായി ശത്രുതയിലുള്ള അല്ലെങ്കിൽ ഏറ്റുമുട്ടലുള്ള ആളുകളെ ഇത് വളരെയേറെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഈ റിപ്പബ്ലിക്കൻ സെനറ്ററുടെ ഈ വർത്തമാനത്തിന് ഈ ഒരു സാഹചര്യത്തിൽ പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സംഭവം, ഈ വെനസ്വേലൻ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് ഒരാഴ്ച മുൻപ് നെതന്യാഹുവും ട്രംപും തമ്മിൽ കണ്ടിട്ടുണ്ട്, ട്രംപിന്റെ വസതിയിൽ വെച്ചിട്ട്. അപ്പം ഇതിനകത്ത് ഒരു ഇസ്രായേൽ ഏജൻസിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്.
കാരണം അതാണ് അന്നത്തെ നമ്മളൊക്കെ വിചാരിച്ചത്. അന്ന് പിന്നെ നെതന്യാഹു ഇദ്ദേഹത്തെ കാണാൻ പോയത് ഹമാസിന്റെ രണ്ടാം സ്റ്റേജിലുള്ള അവരുടെ 20 പോയിന്റ് പ്രോഗ്രാമിലെ രണ്ടാം സ്റ്റേജിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷന് വേണ്ടിയാണ് പോയത് എന്ന് ഒരു വാദമുണ്ടായിരുന്നു. വേറൊന്ന് ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനാക്കി നടന്നിട്ടുണ്ടാവുക എന്നൊരു വാദമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ അവിടെ നടന്നിട്ടുള്ള ഡിസ്കഷൻ ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ട സംഗതിയായിരിക്കും. അപ്പം ഇസ്രായേൽ ഏജൻസും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ വെനസ്വേലൻ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇവിടെയും പ്ലേയേഴ്സ് സെയിമാണ്. ഇവിടെ അമേരിക്കയും ഇസ്രായേലുമാണ് ഇവിടുത്തെ പ്ലേയേഴ്സ്. ഈ ട്രംപ് ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ട്രംപിനേക്കാൾ കൂടുതൽ ഈ വിഷയം താല്പര്യമുള്ളത് ഇസ്രായേലിനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റിന്റെയും ട്രംപിന്റെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇസ്രായേൽ പ്രസിഡന്റിന് ഇസ്ലാമിക് ടെററിസമാണ് അദ്ദേഹത്തിന്റെ വിഷയം. ഇറാനെ തല്ലിപ്പൊളിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഖമനൈ റെജീമിനെ അവിടുന്ന് വായിക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഒരു അന്തസ്സുള്ള ഗവൺമെന്റ് വരികയാണെങ്കിൽ, അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരികയാണെങ്കിൽ നിശ്ചയമായും ആ രാജ്യത്ത് നിന്ന് ഈ ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞ സാധനങ്ങൾ മാഞ്ഞു പോകും. ഇസ്ലാമിക് ടെററിസം ഇറാനിൽ നിന്ന് മാഞ്ഞു പോയാൽ ഇന്ന് ഇസ്ലാമിക് ടെററിസത്തിന്റെ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഹെസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഹാമാസ് ആയിക്കൊള്ളട്ടെ, IS ആയിക്കോട്ടെ, ഈവൻ IS പോലും തളരും. ഇറാൻ വീണ് കഴിഞ്ഞാൽ IS പോലും തളരും. കാരണം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇന്ന് നിൽക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയുമാണ്. ഇത് മൂന്നും ഇറാന്റെ കൈയാണ്. ഇപ്പൊ ഇറാൻ തല ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും എക്സിസ്റ്റൻസില്ല, ഇതൊക്കെ തീർന്നു പോകും. അതോടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇസ്ലാമിക് വിഷവിത്തുക്കളും ചത്തുപോകും എന്നുള്ളതാണ് ഇറാന്റെ റെജിം ചേഞ്ച് കൊണ്ട് നെതന്യാഹു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, അതാണ് അദ്ദേഹത്തിന്റെ വിഷയം. നേരെ മറിച്ച് അമേരിക്കയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം പ്രധാനം. ഒന്ന്, വെനിസ്വേലയിൽ ഓയിൽ ഉള്ളതുപോലെ തന്നെ ഇറാനും ഓയിലുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ളത് വെനിസ്വേലയിലാണ്. രണ്ടാമത് ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ളത് സൗദി അറേബ്യയിലാണ്. മൂന്നാമത് വരുന്നത് ഇറാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓയിലിന്റെ കൺട്രോൾ കയ്യിൽ കിട്ടുക എന്നുള്ളത് ലോകത്തിന്റെ കൺട്രോൾ കയ്യിൽ കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള സംഗതിയാണ്. പെട്രോൾ ഡോളറിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓയിലിന്റെ ഹെജിമണി വെച്ചുകൊണ്ട് ട്രംപിന് സുഖമായിട്ട് ലോകത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം അത് തന്നെ ആവാനാണ് സാധ്യത. രണ്ടാമത്തെ ഉദ്ദേശം, അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ US സംബന്ധിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എല്ലാ ത്രെട്ടുകളും അവസാനിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടുത്തെ മിലിറ്ററി പ്രസൻസ് കുറയ്ക്കാം, അവിടുത്തെ ചെലവ് ഒത്തിരി കുറയ്ക്കാം. മാത്രമല്ല, ഈ ഇറാനും റഷ്യയും ക്യൂബയും അടങ്ങുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിനും അത് വലിയ പ്രഹരമായി തീരും. അപ്പം ഈ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്ന, വാസ്തവത്തിൽ ഈ ക്യൂബയും റഷ്യയും ഇറാനും തമ്മിൽ നെറ്റ്വർക്ക് നടുക്ക് കിടക്കുന്ന ഇറാനാണ്. അപ്പം ഈ ഇറാനെ അങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യക്ക് അത് തളർച്ചയാവും. ഇപ്പൊ വെനിസ്വേലയിലെ കാര്യം തന്നെ റഷ്യക്ക് വലിയ അടിയായിട്ടുണ്ട്, ചൈനയ്ക്കും അടിയായിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അതും അവർക്ക് അടിയാവും. ഇതൊക്കെ ട്രംപിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പം ഈ വിദേശ കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്റർലിങ്ക്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് ഈ ട്രംപിനെ വിടുന്ന അതിനിടയിലുള്ള ഖമേനെയി ഒളിച്ചോടാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ബ്രിട്ടനിൽ നിന്ന് ടൈംസ് ആണ് സംഗതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, അദ്ദേഹത്തിന്റെ മൊജിറ്റാബ എന്ന് പറയുന്ന മകനടക്കമുള്ള ജസ്റ്റ് 20 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഖമനൈ എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, അവർ 100 കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്, മില്യൺ അല്ല കേട്ടോ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. 1000 മില്യനെയാണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. അങ്ങനെ 100 കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ വലിയ അസറ്റ് ഉള്ള ആളാണ് ഖമനൈ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ രാജ്യത്തും മറ്റു രാജ്യങ്ങളുമായിട്ട് പരന്നു കിടക്കുന്നുണ്ട്. ആ അസറ്റുകളൊക്കെ സ്വരുക്കൂട്ടാനുള്ള വളരെ വ്യഗ്രതയോടെയുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അദ്ദേഹം ഈ അസറ്റുകളെല്ലാമായി റഷ്യയിലേക്ക് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ സിറിയയിൽ നിന്ന് ഓടിപ്പോയി ഇദ്ദേഹത്തിന്റെ ഒരു വലിയ സുഹൃത്തുണ്ടല്ലോ, അസാദ്, സിറിയയിൽ നിന്ന് ഓടിപ്പോയ പുള്ളി ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോയിരുന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വയസ്സാങ്കാലത്ത് ഇരിക്കാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ ഇറാനിലെ ജനത്തിന് മുഴുവൻ പട്ടിണിയാണേലും നമ്മുടെ ഖമനൈക്ക് യാതൊരു ക്ഷാമവുമില്ല. അദ്ദേഹത്തിന്റെ എല്ലാം മില്യൺസും ട്രില്യൺസും ഡോളേഴ്സ് ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. പുള്ളിക്ക് ക്ഷാമമൊന്നുമില്ല, ജനത്തിന് മാത്രമേ പട്ടിണിയുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി അതിനിടയിലൂടെ ഇവരുടെ ഈ പഴയ ഷായുടെ ഒരു മകൻ അമേരിക്കയിൽ താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് റാസി പലാവി. അപ്പൊ ഈ റാസി പലാവി ട്രംപിനെ കാണാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ട്രംപ് മീറ്റിംഗ് അനുവദിച്ചിട്ടില്ല. അപ്പൊ ട്രംപ് പറയുന്നത് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു മര്യാദയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപ് എന്താണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മൾ പറയുന്നത് ഈ മഡൂറോ എന്ന് പറയുന്ന ആളെ പുറത്താക്കിയ സമയത്ത് വെനിസ്വേലയില് പ്രസിഡന്റ് ആകാമെന്ന് ആഗ്രഹിച്ചിരുന്നത് മരിയ മാച്ചാഡോ ആണ്. മരിയ മാച്ചാഡോ നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് അത് ട്രംപിന് സമർപ്പിക്കുകയും ട്രംപിന്റെ വലിയ ആരാധികയായിട്ടുള്ള സ്ത്രീയൊക്കെയാണ്. അവര് പ്രതിപക്ഷ നേതാവാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ വാസ്തവത്തിൽ അവർക്ക് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്.
ഈ മദൂറോ ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാതെ ഭരണം ഒരു പടച്ചുണ്ടാക്കിയ ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ വെച്ചുകൊണ്ട് അധികാരം കയ്യിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് പിന്നീട് അപ്പം സ്വാഭാവികമായിട്ടും ഈ മരിയ മച്ചാഡോയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ ആളുകൾ സാധാരണ പ്രതീക്ഷിച്ചത് ഈ മദൂറോനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ മച്ചാഡോനെ അദ്ദേഹം അവിടെ പ്രസിഡന്റായിട്ട് സ്ഥാപിക്കുന്ന വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അതിനൊന്നും നിന്നില്ല. അദ്ദേഹം അതിന് പകരം കണ്ടിന്യൂഷൻ ഓഫ് ദ റെജീമാണ്. അതായത് ഈ മഡൂറോയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ആ ലേഡീനെ തന്നെ പ്രസിഡന്റായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ട്രംപ് അനുവദിച്ചത്. അപ്പോൾ അവര് പിന്നെ എനിക്ക് ട്രംപുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന ചില നാട്യങ്ങളൊക്കെ അവരവിടെ നടത്തുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണോ ഈ മദൂറോനെ പൊക്കിക്കൊണ്ട് പോയത് എന്നുള്ള നിലയ്ക്കുന്ന ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രംപ് പറയുന്നത് ഈ മരിയ മാച്ചോടേക്ക് പിന്നെ നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഭരിക്കാൻ അറിഞ്ഞോളണമെന്നില്ല. ഈ ലേഡി മിടിക്കുകയാണ്, അപ്പോൾ അവർ ഭരിക്കട്ടെ, കാര്യങ്ങൾ അവർ നടത്തട്ടെ, എണ്ണക്കച്ചവടമൊക്കെ ഞാൻ നടത്തിക്കോളാം, ഭരണമൊക്കെ അവർ നടത്തട്ടെ. സ്വാഭാവികമായിട്ടും അത് പിന്നെ വെനിസ്വേലയുടെ വലിയ പുരോഗതിയിലേക്ക് നയിക്കും. കാരണം എണ്ണക്കച്ചവടം എന്ന് പറഞ്ഞാൽ അതിപ്പം ഇറാനിൽ എണ്ണ കുഴിച്ചെടുത്താലും വെനിസ്വേലയിൽ എണ്ണ കുഴിച്ചെടുത്താലും ട്രംപിന് അതുകൊണ്ട് കുടിക്കാനൊന്നും പറ്റത്തില്ല. അത് ആ രാജ്യത്താണ് കച്ചവടം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മണ്ണിനടി കിടക്കുന്ന സാധനമാണ്, ആർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ്. അത് പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ അത് കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു പങ്ക് ആ രാജ്യത്തിന് കിട്ടും. ആ രാജ്യത്തിന് കിട്ടും മീൻസ് സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾക്ക് കിട്ടും. വലിയ പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറാൻ വെനിസ്വേലയ്ക്ക് സാധിക്കും, അതേപോലെ തന്നെ ഇറാനും സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരുപക്ഷെ ഇവിടെയുള്ളത് പെഷേസ്കിയാൻ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. പെഷേസ്കിയാനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. പെഷേസ്കിയാൻ വാസ്തവത്തിൽ ഈ ഖമനയുടെ ഒരു അടിമയൊന്നുമില്ല, ഖമനയെ പേടിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഖമനയെ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പെഷേസ്കിയാൻ ഒരു ഡെമോക്രാറ്റിക് പ്രൈം മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പെഷേസ്കിയാന്റെ ഗവൺമെന്റിലെ മിതവാദികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് താനും. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ട്രംപ് തീരുമാനിച്ചാലും നമുക്ക് ഇക്കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പലാവി പോലത്തെ, പലാവി ഒന്നും അത്ര ഒരു മിടുക്കനായിട്ടുള്ള ആളായിട്ട് അദ്ദേഹം ഒരു സമയത്തും അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ പലാവിയെ പോലത്തെ ഒരാളെ ഈ പെഷേസ്കിയാനും അതിസമർത്ഥനാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, വളരെ വീക്കായിട്ടൊരു മനുഷ്യനാണ്. ഈ ട്രംപിന്റെ ഈ മുല്ലാ ഭരണകൂടത്തിന്റെ എല്ലാ തൊഴിയും മേടിച്ച് പിന്നെ ആകെ മെരിഞ്ഞു തൊലിഞ്ഞു പോയ ഒരു മനുഷ്യനാണ്, വയസ്സനാണ്. എന്നാൽ പോലും അദ്ദേഹം നമ്മൾ TV ഇന്റർവ്യൂസിൽ കാണും വളരെ മാന്യനായ വിവരമുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനുമാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ചും ഈ വെനിസ്വേലൻ ഇൻസിഡന്റ് ഈ ട്രംപിന് കൊടുത്തിട്ടുള്ള ഒരു മനോധൈര്യവും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രതിച്ഛായയുമുണ്ട്. ആ പ്രതിച്ഛായ തന്നെ ഒരു 10 യുദ്ധത്തിന്റെ വിലയുണ്ട് അതിന്. ഒരു 12 ദിവസം ഇറാനിൽ നടത്തിയ യുദ്ധത്തെക്കാൾ പവറുണ്ട് ഈ വെനിസ്വേലയിലെ ആക്ഷൻ ട്രംപിന് കൊടുത്ത ഒരു പ്രതിച്ഛായ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ മുമ്പിൽ ഖമനയി സാഷ്ടാംഗം വീഴാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.